നല്ലൊരു എൻ്റർടൈൻ മൂവിയാണ്. ബ്ലോഗിങ്ങിൻ്റെ ഒരു വേറെ പറയുന്നൊരു മൂവിയാണ്. കുഴപ്പമില്ല. കോമഡിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കോമഡി അല്ലേ, കുറച്ചുകൂടെ ടച്ചിങ് ആണ്. കോമഡി ആയിട്ടല്ല വരാം. കാലത്തിന് ശേഷം ദിലീപിൻ്റെ ഒരു നല്ല പടമായിട്ട് തോന്നിയൊരു ഫാമിലി എൻ്റർടൈനർ ആയിട്ട് തോന്നിയിട്ടുണ്ട്. നല്ല മെസ്സേജാണ്. അതെ സോഷ്യൽ മീഡിയയ്ക്ക് പുറകെ നടക്കുന്ന എല്ലാ ഇപ്പം ഭയങ്കരമായിട്ട് കുമിള് പോലെ പൊങ്ങി വരുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുമെങ്കിലും അതിനകത്ത് ബാഡ് ഇൻഫ്ലുവൻസും ഉണ്ട്, ഗുഡ് ഇൻഫ്ലുവൻസും ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന ബാഡ് ഇൻഫ്ലുവൻസേഴ്സിനെ കാണിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പം സിനിമയുടെ തന്നെ റിവ്യൂ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, നല്ല സിനിമയൊക്കെ വധിച്ച് പറയുന്ന ഒരു ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ള എല്ലാവർക്കും ഉള്ള ഒരു സോഷ്യൽ മെസ്സേജായിട്ട് തോന്നി. ദിലീപ് ലൈക്ക് ബേസിക്കലി ഞാനൊരു ദിലീപ് ഫാനൊന്നുമല്ല, എന്നാലും എനിക്ക് തോന്നുന്നു ഒരുപാട് കാലത്തിന് ശേഷം ദിലീപിൻ്റെ ഒരു നല്ല സിനിമയായിട്ട് തോന്നി. അങ്ങനെ തന്നെയാണ്, ഒരുപാട് കാലത്തിന് ശേഷം എനിക്കൊന്ന് തുടരും സിനിമ മാത്രമാണ് പുള്ളി ഒരു പോസിറ്റീവായിട്ട് റെസ്പോൺസ് പറഞ്ഞത്. ഒരുപാട് സിനിമകൾ നല്ല സിനിമകൾ ഇറങ്ങിപ്പോയിട്ടുണ്ട്, പക്ഷേ പുള്ളിയുടെ ആയിട്ടുള്ളൊരു കാര്യം പറയണമെന്നുള്ള ഒരു അഭിപ്രായം പറയുന്നുള്ളൂ. നമുക്ക് എല്ലാവർക്കും ഒരേ സാധനത്തിന് പല ടേസ്റ്റ് ആയിരിക്കും തോന്നുന്നത്, എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാവില്ലല്ലോ. പുള്ളിയുടെ അഭിപ്രായം പറയുന്നുള്ളൂ. നല്ല സിനിമകൾ ഒരുപാടുണ്ട്. പുള്ളി നെഗറ്റീവ് റിവ്യൂ പറഞ്ഞ ഒരുപാട് നല്ല സിനിമകൾ ഞാൻ കണ്ടിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ സിനിമയും അങ്ങനെ തന്നെയാണ്, എനിക്ക് നല്ല സിനിമയായിട്ടാണ് തോന്നിയത്. ഒരു എക്സ്പെഷ്യലി ഒരു സെക്കൻഡ് ഹാഫൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടച്ച് ചെയ്യുന്ന പോലെ തന്നെ. ഇപ്പോഴത്തെ മറ്റേ ഇതിൻ്റെ യൂട്യൂബറൊക്കെ എടുക്കുന്നതിൻ്റെ ഒരു നല്ല ഇതാണ്. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല പടം, നല്ല കണ്ണ് നിറഞ്ഞു. ഇഷ്ടപ്പെട്ടോ? അടിപൊളി കൊള്ളായിരുന്നു. കൊള്ളാം. കൊള്ളായിരുന്നു. അടിപൊളിയായിരുന്നു. നല്ലൊരു മെസ്സേജാണ് പടം. മെസ്സേജാണ്. സൂപ്പർ സിനിമ. കൊള്ളായിരുന്നു. സൂപ്പർ സിനിമ, സൂപ്പറായിരുന്നു. കൊള്ളായിരുന്നു. അടിപൊളിയായിരുന്നു. ആ സിനിമ പൊളി സീൻ. സീന് പൊളി. അടിപൊളി. പടം തന്നെയാണത്. കൊള്ളാമായിരുന്നു. നല്ല അഭിപ്രായം. നല്ലൊരു മെസ്സേജാണ്, ഇനിയുള്ള തലമുറയ്ക്കൊരു മെസ്സേജാണ്. എല്ലാവരും ഇത് കാണേണ്ട ഒരു പടം തന്നെയാണ്. പിള്ളേർക്കും വലിയവർക്കും ഒരുമിച്ച് ആസ്വദിക്കാൻ പറ്റി. നല്ലതായിരുന്നു. സൂപ്പറായിരുന്നു. അടിപൊളി. അവസാനം കണ്ടു നിറയും. ഇഷ്ടപ്പെട്ടു. വളരെ നല്ല പടം. കുഴപ്പമില്ല. ഏകദേശം എനിക്ക് തോന്നുന്നു നമ്മുടെ ജീവിതമായിട്ട് ഒരുപാട് ബന്ധമുണ്ടെന്ന് തോന്നി സിനിമയ്ക്ക്. നമ്മുടെ സാധാരണ ഇന്നത്തെ ഒരു യുവതലമുറയുടെ ഒരു പ്രശ്നങ്ങളാണ് ഇതിൽ കാണിക്കുന്നത്. മീഡിയയുടെ അതിപ്രസരവും മറ്റ് കാര്യമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ നല്ലൊരു സന്ദേശം. സോഷ്യൽ മീഡിയസിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യണ അതിനെക്കുറിച്ചൊക്കെ ആയിരുന്നു കൂടുതലായിട്ടും അതിലുണ്ടായിരുന്നത്. പിന്നെ ഫാമിലിയായിട്ട് കാണാൻ പറ്റും, അല്ലാതെ പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല. തോന്നി. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയ തന്നെ ഒരുപാട് ആൾക്കാർ ഇതിനെ മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനെ എന്തോന്നി ഇത് തന്നെ ചെയ്ത് ഇങ്ങനെ അഡിക്റ്റ് ആവാതെ ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യണ ഒരു മെസ്സേജായിട്ട് ഇങ്ങനെ തോന്നി. മെസ്സേജായിട്ട് തോന്നി. ഇപ്പോഴത്തെ തലമുറ അങ്ങനെയാണല്ലോ, അപ്പോൾ അത് അവർക്ക് മനസ്സിലാക്കാൻ കുറേ നല്ല കാര്യങ്ങളുണ്ട്, തോന്നിയിട്ടുണ്ട്. മിക്കതും നമുക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നി. ഇപ്പോഴത്തെ തലമുറകൾ അതൊക്കെ അല്ലേ കണ്ടു വളരുന്നത്. അപ്പോൾ പിന്നെ ഇതൊരു കൊച്ചുകുട്ടിയൊക്കെ ഒരു പാഠമാണ് ഈ മൂവിയൊക്കെ കാണുമ്പോൾ, മനസ്സിലാക്കാനുള്ള ഒരിതുണ്ട്. ഇത് എൻജോയ് ചെയ്യുന്ന സിനിമ തന്നെ, ചിരിക്കാനും ഒക്കെ ഉണ്ട്. അതിൽ കുറച്ച് മനസ്സിലാക്കാനുള്ള അർത്ഥങ്ങളൊക്കെ ഉണ്ട്. നല്ല മൂവി. പടം കുഴപ്പമില്ല. നല്ല സിനിമ. മെസ്സേജാണ്. യൂട്യൂബ് വ്ളോഗറൊക്കെ ചെയ്തൊരു നല്ലൊരു മെസ്സേജാണ്. ഇനി വരും തലമുറയെങ്കിലും ആ ഒരു ഇതിൽ നിന്ന് പോകുന്നത് നല്ലതായിരിക്കും. ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, ഫിലിമല്ലേ. സിനിമർക്ക് ദിലീപ് ഫാൻസാണ്. ദിലീപിൻ്റെ സിനിമ കാണണമെന്ന് കുട്ടികൾ ഏറ്റവും കൂടുതലും പറഞ്ഞതിൻ്റെ പേരിൽ ആ സിനിമയ്ക്ക് കുട്ടികളെല്ലാം നല്ല വലിയ കുഴപ്പമില്ല. നല്ലൊരു ഫാമിലി സ്റ്റോറി നടക്കുന്ന ഒരു ഇതല്ലേ. താങ്ക്സ്. കുഴപ്പമില്ലായിരുന്നു. ഞങ്ങളുടെ ഈ ഫിലിം തിരഞ്ഞെടുത്ത് തന്നെ
ഈ കാലഘട്ടത്തിൽ വയലൻസ് കുറഞ്ഞൊരു ഫിലിം നോക്കിയാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇത് നോക്കിയിട്ട് നല്ല കോമഡിയൊക്കെ ആയിരുന്നുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. പടത്തിൽ ശരിക്കും എടുത്തു പറയാൻ തോന്നുന്നു. എടുത്തു പറഞ്ഞാൽ വെഡ്ഡിങ് ജമ്പൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. നമ്മൾ മൊബൈലിൽ കാണുന്ന പല കാര്യങ്ങളും നമ്മുടെ അതെ കാര്യങ്ങൾ അതെ എടുത്ത് കാണിച്ചു. കാരണം ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന മോശം പ്രവണതകൾ അതിലെടുത്ത് കാണിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല.